നമുക്കിന്ന് കുറച്ച് കുപ്പിവള വാങ്ങിച്ചാലോ? എനിക്കാണേ ചെറുപ്പം മുതലേ ഭയങ്കര ക്രേസുള്ള ഒരു സംഭവമാണ് ഈ വളകളും ഇയറിങ്സും ഒക്കെ. അതിൽ പ്രത്യേകിച്ച് കുപ്പിവള. പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എല്ലാവർക്കും ഫുഡിനോടൊക്കെ ആയിരിക്കില്ലേ ക്രേവിങ്സ് ഉണ്ടാവുക. എനിക്ക് നേരെ തിരിച്ച് ഇതുപോലെ കുപ്പികളോടും ഇയറിങ്സിനോടൊക്കെ ആയിരുന്നു. അങ്ങനെ കുറെ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. എന്നാൽ കുറച്ചായിട്ട് ഞാനിങ്ങനെ എന്നെ തന്നെ കൺട്രോൾ ചെയ്യായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫീഡ് മൊത്തം ഇതുപോലെയുള്ള വീഡിയോസും ഫോട്ടോസും വന്നുകൊണ്ടിരിക്കണേ. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാ നമ്മൾ വാങ്ങിക്കാണ്ടിരിക്കുക. അങ്ങനെ ഏതായാലും ഞാനും താത്തയും കൂടെ ഇന്ന് കുറച്ച് കുപ്പിവെള്ളം വാങ്ങിക്കാന്ന് വെച്ച് പോയി. പിന്നെ ഓണം ആണല്ലോ, മക്കൾക്ക് ഏതായാലും ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട്, അപ്പോൾ അവർക്കും വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ചങ്ങ് പോയി. അങ്ങനെ നമ്മുടെ തുമ്പിക്കും നമ്മുടെ ഹെയ്സിനും ഒക്കെ നമ്മൾ വള വാങ്ങിച്ചു. കൂട്ടത്തിൽ ഞാനും വാങ്ങിച്ചു. ഈ റെയിൻ ഡ്രോപ്പ് കുപ്പികളൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ ഈയിടെ ആയിട്ട്. എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഹെയ്സിന് പ്രഗ്നൻ്റ് ആയ സമയത്താണ് കേട്ടോ ഞാൻ കൂടുതലും വളകളൊക്കെ വാങ്ങിച്ച്. അങ്ങനെ നല്ലൊരു കളക്ഷൻ തന്നെ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പറയണേ. പിന്നെ എൻ്റെ കൂടെ മച്ചിയും താത്തയും മിന്നും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് നേരെ പോയി ഒരു ചായയൊക്കെ കുടിച്ചു പാടത്തൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹെയ്സ് നല്ല അലമ്പായതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ചായ കുടിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നിട്ട് നമ്മൾ നേരെ കാക്കാൻ്റെ വീട്ടിൽ പോയി. നമ്മുടെ കിട്ടു ഈവനിങ് അങ്ങോട്ട് പോയതായിരുന്നു. അപ്പോൾ അവളെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതാണ്. കിട്ടു അവിടെ ചെന്നിട്ടിട്ട പൂക്കളാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. എനിക്കാണെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഇതാണ് പരിപാടി. അതൊക്കെ ഒന്ന് ഇട്ട് നോക്കി സന്തോഷത്തോടെ കിടന്നുറങ്ങാം.